ഏവർക്കും ബ്ലാക്ക് മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത, സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിൽ 425 പേരെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മലപ്പുറത്ത് 228 പേരും പാലക്കാട് 110 പേരും കോഴിക്കോട് 87 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്ത് 12 പേരാണ് ചികിത്സയിലുള്ളത്, 5 പേർ ICUവിലാണ്. നിപ്പ ടെസ്റ്റിൽ ഒരാൾക്ക് ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആണ്. അടുത്ത വാർത്ത, ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ 10 ദിവസം ലീവ് നൽകുന്നത് പതിവാണ്. അതിനായുള്ള തീയതി പുറത്തു വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 20-ാം തീയതിയാണ് പരീക്ഷ ആരംഭിക്കുന്നത്. 27-ാം തീയതിയോടുകൂടി പരീക്ഷ അവസാനിക്കുകയും 28-ാം തീയതി ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയും 29-ാം തീയതിയോടുകൂടി സ്കൂൾ അടയ്ക്കാനുമാണ് സർക്കാർ തീരുമാനം. സ്കൂൾ തുറക്കുന്നത് സെപ്റ്റംബർ 8-ാം തീയതി ആയിരിക്കും. അടുത്ത വാർത്ത, ടെക്സസിൽ മിന്നൽ പ്രളയം, 24 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്ക യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ ദുരന്തമുണ്ടായിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെല്ലാം പിണറായി വിജയനെതിരെ വൻ സൈബർ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ യാത്ര പ്ലാൻ ചെയ്ത ഉടൻ തന്നെ പോവാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ദുരന്തമുണ്ടായി എന്നുള്ള രീതിയിലുള്ള സൈബർ ബുള്ളിംഗ് ആണ് നടക്കുന്നത്. അതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിൽഡിംഗ് ഇടിഞ്ഞു വീണുണ്ടായ ദുരന്ത സമയത്ത് തന്നെ വിദേശ യാത്ര വേണോ എന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. അടുത്ത വാർത്ത, PM കിസാൻ വിതരണ തീയതി പ്രഖ്യാപിക്കുകയായി. ഒരുപാട് നാളുകളായി എല്ലാവരും PM കിസാന്റെ 20-ാമത്തെ ഗഡു ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ഗഡു ലഭിക്കുന്നതിനുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വിദേശ പര്യടനം കഴിഞ്ഞ് ഈ മാസം 17-ാം തീയതി നാട്ടിലെത്തുന്ന പ്രധാനമന്ത്രി 18-ാം തീയതി ബീഹാറിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ വിതരണം തുടങ്ങിവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത വാർത്ത, ഇന്നത്തെ സ്വർണ്ണവില 22 ക്യാരറ്റിന് 9,010 രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 പവൻ സ്വർണത്തിന് 72,080 രൂപയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻപത്തെ ദിവസത്തെ അപേക്ഷിച്ച് 1 ഗ്രാമിന് 50 രൂപയുടെ കുറവും 1 പവന് 400 രൂപയുടെ കുറവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 18 ക്യാരറ്റ് 1 ഗ്രാം സ്വർണത്തിന്റെ വില 7,372, 1 പവന്റെ വില 58,976 രൂപയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻപത്തെ ദിവസത്തെ അപേക്ഷിച്ച് 1 ഗ്രാമിന് 41 രൂപയും 1 പവന് 328 രൂപയുടെയും കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു.